അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അറബിയുടെ വീട്ടിൽ ഫർസാനയ്ക്ക് ഇപ്പോൾ സമാധാന ജീവിതമാണ്. കാരണം മറ്റൊന്നുമല്ല, താനും കുഞ്ഞും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ആ ഒരു യാഥാർത്ഥ്യം അവൾക്ക് മനസ്സിലാവുകയാണ്. റബ്ബേ, എന്നെ ഈ ഒരു വീട്ടിൽ നിന്ന് ഇപ്പോഴൊന്നും പുറത്താക്കരുതേ അല്ലാ. അവൾ മനമുരുകി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ജൈത്തൂൻ ബീവി തൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയെ, അതായത് തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ ഭാര്യയെ, തൻ്റെ പങ്കാളിയെ നല്ല രീതിയിൽ സംരക്ഷിക്കുവാൻ വേണ്ടി ഒരുങ്ങുന്നുണ്ട്. കാരണം മനസ്സിനുള്ളിൽ വേദനയും വിഷമവും ഒക്കെ ഉണ്ട്. കാരണം പ്രിയപ്പെട്ട ഭർത്താവല്ലേ, ആർക്കെങ്കിലും അങ്ങനെ വിട്ടുകൊടുക്കാൻ തോന്നോ? പക്ഷേ കേടുകൊണ്ട് അങ്ങനെ ചെയ്യുകയല്ലാതെ രക്ഷയില്ല. ഒരു പക്ഷേ ഈ ഒരു തറവാടും ഇതിലുള്ളതും എല്ലാം മറ്റുള്ളവർക്ക് അവകാശപ്പെടും. പിന്നീട് എൻ്റെ ഭർത്താവിനെ മറ്റൊരു അവകാശികളില്ലാത്ത നിലയിലായി പോകും. 6 വർഷം അദ്ദേഹത്തിൻ്റെ കൂടെ ജീവിച്ച് എനിക്ക് കുഞ്ഞുങ്ങളെ നൽകാനായില്ല. അപ്പോൾ ഇതെങ്കിലും റബ്ബേ, അതുകൊണ്ട് മാത്രമാണ് ജൈത്തൂൻ ബീവി അതിന് തയ്യാറായത്. പക്ഷെ തൻ്റെ ഭർത്താവും അവളും തമ്മിൽ യാതൊരു രീതിയിലുള്ള ബന്ധങ്ങളും ഇല്ല എന്നുള്ള കാര്യം അവൾ അറിയുന്നില്ല. അവൾ സൈഫിനോട് പറയും, യാ സൈഫ്, അവളെ വിഷമിപ്പിക്കരുത് കേട്ടോ. കാരണം അങ്ങ് നിക്കാഹ് കഴിഞ്ഞൊരു പുതിയ പെണ്ണ് കൂടെ ഉണ്ടായിട്ടും എൻ്റെ കൂടെ തന്നെയാണ് കൂടുതലായിട്ട് ചിലവഴിക്കുന്നത്. സാധാരണ രീതിയിൽ പുതിയ മണവാട്ടികളാകുമ്പോൾ അതിനനുസരിച്ച് കൂടുതലായിട്ട് എല്ലാവരും പുതിയ ആളുകളുടെ കൂടെ ആയിരിക്കുമല്ലോ നിൽക്കുക. പക്ഷേ അങ്ങെന്താ പഴയതായ എൻ്റെ കൂടെ കൂടുതൽ സമയം ചിലവഴിക്കുന്നത്? എൻ്റെ ജെയ്ത്തൂൻ, അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. എൻ്റെ കൂടെ അല്പസമയം ഇരിക്കുകയാണെങ്കിൽ അവളുടെ കൂടെയും പോയിരിക്കണം. പക്ഷേ ഇടയായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഫർസാനയിൽ അങ്ങേക്കെന്ത് താല്പര്യമില്ലേ? അവളുടെ ആ ചോദ്യത്തിന് മുമ്പിൽ അറബി ശരിക്കും ഒന്ന് ഞെട്ടി. നീ എന്തങ്ങനെ പറയുന്നത്? നീ എൻ്റെ ആദ്യ ഭാര്യയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ സ്നേഹം നൽകിയത് നീയാണ്. അവൾ സ്നേഹം തന്ന് തുടങ്ങുന്നതല്ലേ ഉള്ളൂ എൻ്റെ ബീവി. നീ ഒന്ന് ആലോചിച്ച് നോക്ക്. സേഫ്, അങ്ങ് പറഞ്ഞതെല്ലാം ശരി തന്നെയാണ്. പക്ഷേ എന്നാലും പുതിയ മണവാട്ടികളുടെ അടുക്കലാണ് കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത്. എനിക്ക് വിഷമമെന്ന് കരുതിയിട്ടല്ലേ അങ്ങ് എൻ്റെ അടുത്ത് വന്നിങ്ങ് നിൽക്കുന്നത്? എനിക്ക് വിഷമമില്ല, എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിങ്ങൾ ഒരുമിച്ച് ഇനി ഒരു യാത്ര പോകണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൂടി എനിക്ക് കാണണം. അറബി ശരിക്കും പെട്ടുപോയി. റബ്ബേ, ഇവൾ ഓരോ ആഗ്രഹങ്ങൾ ഇങ്ങനെ പറയുന്നു. ബീവി, ഞാനിപ്പോൾ വരാം, അല്പം തിരക്കുണ്ട്. എന്തു പറ്റി? കുറച്ച് സമയം ഫർസാനയുടെ അടുക്കൽ പോയിരിക്കൂ അർബ. തൻ്റെ ഭർത്താവിന് സ്നേഹത്തോടു കൂടി അവൾ ഇടയ്ക്കിടെ അങ്ങനെ വിളിക്കും. സാധാരണയായി അവിടെയുള്ള ജോലിക്കാരെല്ലാമാണ് അവരെ അർബാവ് എന്ന് വിളിക്കുന്നത്. അത് കേൾക്കുമ്പോൾ തന്നെ അവൾക്ക് വല്ലാത്തൊരു സന്തോഷമാണ്. അവളും അങ്ങനെ വിളിക്കും ഇടയ്ക്കിടെ. ബീവി, ഞാൻ അത്യാവശ്യമായിട്ട് എനിക്കൊന്ന് പോകാനുണ്ട് പുറത്ത്, അതുകൊണ്ടാണ്. ഇപ്പോൾ ഈയിടെയായിട്ട് കുറച്ച് പുറത്ത് പോക്ക് കൂടുന്നുണ്ടല്ലോ, എന്തു പറ്റി? ഞങ്ങൾ രണ്ടുപേരെയും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ എങ്ങനെ കഴിയുമെന്ന് വിചാരിച്ചിട്ടാണോ? ഞാൻ പറഞ്ഞല്ലോ എൻ്റെ സേഫ്, അങ്ങക്ക് എല്ലാത്തിനും താഴ്ന്ന് ഞാൻ നിന്ന് തരാം. നിങ്ങളുടെ ജീവിതം ഉഷാറാവട്ടെ, നിങ്ങളും ഫർസാനയും നല്ല രീതിയിൽ ജീവിക്കട്ടെ, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അന്ന് ജെയ്ത്തൂൻ ബേബി നേരെ അതാ ഫർസാനയുടെ റൂമിനകത്തേക്ക് പോകുന്നു. വാതിൽ അടച്ചിട്ടുണ്ട്. ഫർസാന, ഫർസാന. അവൾ പതുക്കെ വാതിൽ തുറന്നു. ആരാണ്? ബീവിയോ? എന്തു പറ്റി? ഫർസാന, നീ എന്താ ഇപ്പോഴും ഈ റൂമിൽ തന്നെയാണല്ലോ ഇപ്പോൾ നിൽക്കുന്നത്? അത് അറബി വരുമ്പോഴും അങ്ങോട്ട് പോകും, അല്ലാതെ എനിക്ക് ഒറ്റയ്ക്ക് അവിടെ താല്പര്യമില്ല, അതുകൊണ്ടാണ്. ഓഹോ, അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഒരുമിച്ചിരിക്കാലോ. നീ ഇങ്ങനെ തനിച്ച്, അത് കുഴപ്പമില്ല. നിനക്ക് വേണ്ടിയിട്ടുള്ള റൂമാണിത്. എല്ലാ സൗകര്യങ്ങളും കാര്യങ്ങളും എല്ലാം അതിലുണ്ട്. നിനക്ക് വേണ്ടി മാത്രമുള്ളതാണ് അത്. നിനക്കും അറബിക്കും. എനിക്കുള്ള റൂം വേറെ ഉണ്ടല്ലോ. അതുകൊണ്ട് അറബി വരുമ്പോൾ മാത്രം എന്ന് കരുതിയിട്ട് നീ അതിൽ നിൽക്കണ്ട. നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അവിടെ കഴിയാം. എല്ലാ സൗകര്യങ്ങളും അതിൽ ഉണ്ടല്ലോ. പിന്നെ നീ എന്തിനാ മറ്റേ റൂമിലേക്ക് മാറി താമസിച്ചത്? അത് ബീവി, എനിക്ക് ഇവിടെയാണ് ഒന്നും കൂടി ഒരു സുഖം തോന്നുന്നത്. ഫർസാന, അങ്ങനെയൊന്നുമില്ല. അറബി വരുമ്പോൾ അറബിയുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ അവിടെ നിൽക്കണം. നിങ്ങളുടെ ആ ഒരു നല്ല നിമിഷങ്ങൾ, നല്ല സ്വപ്നങ്ങൾ, അതെല്ലാം അവിടെ വെച്ച് നിറവേറ്റണം.
അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് അങ്ങനെ റൂം സെറ്റാക്കിയതും. അതുകൊണ്ട് ഇന്ന് മുതൽ ഇൻഷാ അല്ലാ നിങ്ങൾ അവിടെ താമസിക്കണം. നീ സ്ഥിരമായിട്ട് അവിടെ ആകണം. അവിടെ ആകുമ്പോൾ അറബിക്കും എളുപ്പമാണ്. മറ്റത് എന്തൊക്കെ തന്നെയാലും ഈ റൂം കുറച്ച് ഇപ്പുറത്തല്ലേ, പിന്നെ സൗകര്യക്കുറവും. അതാവുമ്പോൾ അർബാവിന് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എൻ്റെ ഫർസാന മോള് ഇന്ന് മുതൽ ആ വലിയ റൂമിലേക്ക് താമസം മാറണം. അറബിയുടെ സൗകര്യത്തിന് കൂടിയിട്ടാണ് ഞാൻ ഇത് പറയുന്നത്. സൈത്തൂൻ ബീവിയുടെ ആ ഒരു വാക്കുകൾക്ക് മുമ്പിൽ ഫർസാനയ്ക്ക് എന്ത് പറയണം എന്ന് അറിഞ്ഞില്ല. ബീവി, ഞാൻ പോയിക്കോളാം, വിഷമിക്കണ്ട. ഓക്കെ ഫർസാന, എന്നാ ശരി. ഫർസാന തൻ്റെ വയറിൽ പതുക്കെ തൊട്ട് നോക്കി. റബ്ബേ, ഇത് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ടോ എന്നെനിക്കൊരു തോന്നൽ. പക്ഷേ ഇപ്പോൾ തന്നെ ഒരു പക്ഷേ ഇത് പുറത്ത് വന്നാൽ ബീവി എന്ത് വിചാരിക്കും? ഒരു പക്ഷേ അത് വലിയൊരു തെറ്റിദ്ധാരണക്ക് ഇടവരും. കാരണം അതിനു മുമ്പും കുറച്ച് ദിവസം മുമ്പ് അറബി എന്നോട് സംസാരിച്ചിരുന്നു. പഠിച്ചോനെ, കുറച്ചുകൂടി ദിവസം കഴിഞ്ഞിട്ട് ഇത് പൊങ്ങിയാൽ മതിയെന്ന് റബ്ബേ. പിന്നെ വല്ലാതെ തടിയില്ലാത്തത് കൊണ്ട് വല്ലാതെ ഇങ്ങോട്ട് അറിയുന്നില്ല. എങ്കിലും ചില സമയത്ത് ഓക്കാനിക്കാൻ വരും. പക്ഷേ ഇപ്പോൾ പേടിയില്ല. മറ്റത് എല്ലാവരുടെയും മുമ്പെന്നാവുമ്പോൾ ഭയങ്കര പ്രയാസമായിരുന്നു. ഇതെന്ന് വെച്ചാൽ അവനനുസരിച്ചുള്ള വീടും കാര്യങ്ങളും സൗകര്യങ്ങളും റൂമൊക്കെ ഉണ്ടായപ്പോൾ തന്നെ അതിൻ്റേതായിട്ടുള്ള ഒരു സുഖമുണ്ട്. റബ്ബേ, എൻ്റെ ഡെലിവറി കഴിയണേ വരെയെങ്കിലും ഇവിടെ ഒന്ന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ. അവളുടെ മനസ്സിൽ അതായിരുന്നു ഭയം. അന്ന് രാത്രി അല്പം വൈകിയാണ് അറബി അങ്ങോട്ട് വന്നത്. നേരെ സൈത്തൂൻ ബീവിയുടെ റൂമിലേക്ക് പ്രവേശിച്ച അറബിയോട് ബീവി പറഞ്ഞു, അല്ല എന്താ ഇങ്ങോട്ട് നേരെ വന്നത്? സൈത്തൂൻ, പിന്നെ ഞാൻ എങ്ങോട്ടാ? മറന്നു അല്ലേ? എന്തിങ്ങനെ മറക്കുന്നത്? സ്വന്തം ഭാര്യയാണ് കേട്ടോ. പടച്ചവനോട് സമാധാനം പറയേണ്ടി വരും. അങ്ങനെയൊക്കെ മാറ്റം കാണിച്ചു കഴിഞ്ഞാൽ. എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, ഞാൻ പറഞ്ഞല്ലോ, അവൾ ചെറുപ്രായമാണ്, ചെറിയ മോളാണ്. അതുകൊണ്ട് എൻ്റെ ദിവസങ്ങളിൽ നിന്ന് 3/4 ഭാഗവും അങ്ങയോട് അവളുടെ അടുത്ത് ചെലവഴിക്കാൻ ഞാൻ പറയുന്നത് കേട്ടില്ലേ? എൻ്റെ സൈത്തൂൻ, ഞാൻ പോയിക്കോളാം. നീ എന്താ ഇത്രയധികം എന്നെ? എങ്ങനെയെങ്കിലും കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ റാഹത്തായി ഒരു കുഞ്ഞുണ്ടാകുക എന്നുള്ള സ്വപ്നം മാത്രമായിരുന്നു ബീവിയുടെ മനസ്സിലുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു, അതെ, പിന്നെ പെണ്ണുങ്ങളോട് നല്ല രീതിയിൽ സംസാരിക്കണം കേട്ടോ, ദേഷ്യപ്പെടുന്നു ചെയ്യരുത്. എൻ്റെ ബീവി, ഞാൻ നാളെ പോയിക്കോളാം. ഇന്നലെ അവിടെ കഴിഞ്ഞില്ലേ? ആര് പറഞ്ഞു? ഇന്നലെ അല്പസമയം കഴിഞ്ഞപ്പോൾ അങ്ങ് ഇവിടെ എത്തി. ചെല്ല് പ്ലീസ്, അങ്ങോട്ട് ചെല്ല്. അവൾ കാത്തിരിക്കുന്നുണ്ടാവും. അവൾ ഒരുപാട് സന്തോഷത്തോടെ കാത്തിരിക്കല്ലേ. അത് നമ്മൾ എതിർക്കാൻ പാടില്ലല്ലോ. വരൂ. സൈഫിൻ്റെ കൈ പിടിച്ചുകൊണ്ട് അതാ ബീവി മുന്നോട്ട് പോകുന്നു. ബീവി, എന്തിനാടി എന്നെ? വാ, വിളിക്ക്. അവളൊരു പക്ഷേ അവിടെ ഉണ്ടാവില്ല. ലൈറ്റ് ഉണ്ടെങ്കിൽ അവിടെ ഉണ്ടാകും. പെട്ടെന്ന് സൈത്തൂൻ ബീവി അതാ ആ റൂമിലേക്ക് പോയി നോക്കുന്നു. റബ്ബേ, അവർക്ക് വേണ്ടി ഒരുക്കിയ ആ ഒരു മണിയറ അവിടെ ശൂന്യമായി കിടക്കുന്നതായിട്ടാണ് അവൾക്ക് കണ്ടത്. ഒരു നിമിഷം അവൾ പകച്ചു. യാ അല്ലാ, അവൾ ഇപ്പോഴും വന്നില്ലേ? എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ, നിങ്ങളുടെ ഒരു കർശനമായ രീതിയിലുള്ള പെരുമാറ്റമില്ലാത്തത് കൊണ്ട് മാത്രമാണ് അവൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നത്. നിങ്ങൾ പറയണം, ഫർസാന, ഇന്നു മുതൽ നീ ആ റൂമിലല്ല, ഈ റൂമിൽ താമസിക്കണം എന്ന് പറഞ്ഞാൽ നോ പ്രോബ്ലം, അവൾ വരുമല്ലോ. പിന്നെന്താ? ഹേയ്, അതൊന്നുമില്ല. എൻ്റെ പ്രിയപ്പെട്ട അർബാവ്, അങ്ങനെ പറയരുത്. ചെല്ലും, ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. നിങ്ങൾ ആ റൂമിൽ പോയിട്ട് അവളെ വിളിച്ചുണർത്തി കൊണ്ടുവരണം. എന്നിട്ട് പറയണം, എന്താ തെറ്റില്ലല്ലോ, നിങ്ങൾ വിവാഹിതരായതല്ലേ, നിക്കാഹ് കഴിഞ്ഞതല്ലേ. എന്നിട്ട് പറയണം, എനിക്ക് ഫർസാന നിൻ്റെ കൂടെ ഈ റൂമിൽ കഴിയാനാണ് താല്പര്യം. അതുകൊണ്ട് എൻ്റെ ഭാര്യയായ നീയെ ഇന്നു മുതൽ ഈ റൂമിൽ കിടക്കണം എന്ന് അങ്ങ് പറഞ്ഞാൽ അവൾ അനുസരിക്കാതിരിക്കില്ല. കാരണം നിങ്ങൾ ഭർത്താവല്ലേ. ചെല്ല്, സമയം വൈകിക്കണ്ട, വേഗം ചെല്ല്. അറബിയോട് ഒരു കൊച്ചുകുട്ടിയെ പോലെയാണ് ബീവി അത് പറയുന്നത്. അറബിക്ക് സത്യം പറഞ്ഞാൽ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. ഇവളുടെ മുമ്പിൽ നിന്ന് എങ്ങനെയൊക്കെ തന്നെയായിട്ടും രക്ഷപ്പെടാൻ കഴിയുന്നില്ല. ആ സൈത്തൂൻ, ചെല്ല്, നീ റൂമിലേക്ക് ചെല്ല്. അപ്പോഴേക്കും ഞാനങ്ങ് എത്താം കുറച്ച് സമയത്തിനുള്ളിൽ. സംഭവം നാണമാണ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം സൈത്തൂൻ ബേബിയെ പതുക്കെ അങ്ങ് പറഞ്ഞു വിടുവാൻ വേണ്ടി ശ്രമിക്കുന്നു. സേഫ്, ഞാൻ പോയിക്കോളാം.
പിന്നെ നിങ്ങളുടെ കാര്യത്തിൽ എനിക്ക് വിശ്വാസമുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവൾ തിരിഞ്ഞു നടന്നു. സെയ്ഫിനെ അവിടെ കൊണ്ടാക്കി ചെല്ലുമ്പോഴും അവളുടെ മനസ്സ് വേദനിക്കുന്നുണ്ടായിരുന്നു. റബ്ബേ, ഞാൻ ത്യാഗം സഹിക്കുന്നത് ഒരേ ഒരു കാര്യത്തിനാണ്, അത് നീ എനിക്ക് പൂർത്തീകരിച്ചു തരണം. സൈത്തൂൻ ബേബി കരഞ്ഞുകൊണ്ട് ദ്വാ ചെയ്യുന്നു. എന്നാൽ ഈ സമയം അറബി ഫർസാനയെ എന്ത് വിളിക്കണം, എന്ത് പറയണം എന്നറിയാതെ അവിടെ തരിച്ചു നിൽക്കുകയാണ്. റബ്ബേ, തൽക്കാലം ആ റൂമിലേക്ക് മടങ്ങാം, എന്നിട്ട് അല്പസമയം അവിടെ കിടക്കാം. ഒരുപക്ഷെ തൻ്റെ ബീവി വന്നു നോക്കുമായിരിക്കും. അതാണ് ടെൻഷൻ ഇപ്പോൾ. പഠിച്ചവനെ എത്ര ദിവസം ഇങ്ങനെ അഭിനയിക്കണം? ജീവിതത്തിലാണ് ഞങ്ങൾ അഭിനയിക്കുന്നത്, യഥാർത്ഥ ജീവിതത്തിൽ ഞങ്ങൾ അഭിനയിക്കുന്നില്ല. റബ്ബേ, എല്ലാം നീ പുറത്തു തരണം പഠിച്ചവനെ. അത് എനിക്ക് എൻ്റെ ബീവിയുടെ ആഗ്രഹം കൊണ്ട് ചെയ്തു പോയതാണ് റഹ്മാനെ. പക്ഷേ അവളുടെ സ്ഥിതിഗതികൾ അറിഞ്ഞപ്പോൾ, അവളൊരു ഗർഭിണിയായ പെണ്ണല്ലേ, അവളെ വേദനിപ്പിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതിയിട്ട് കൂടിയാണ് റഹ്മാനെ ഞാൻ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. നീ പുറത്തു തരണം റബ്ബേ. ഫർസാനിയെ വിളിക്കണോ വിളിക്കണ്ടയോ എന്ന് കരുതിയിട്ട് അതാ അറബി അവളുടെ വാതിലിനരികിൽ. എന്തിന് ഞാൻ വിളിക്കുന്നു? തൽക്കാലം പോയി എൻ്റെ റൂമിലേക്ക് മടങ്ങാം. അങ്ങനെ അതാ ആ വിശാലമായ റൂമിലേക്ക് അദ്ദേഹം കടന്നു. എല്ലാ സൗകര്യങ്ങളും അണിയിച്ചൊരുക്കി ഉണ്ടാക്കിയ ആ ഒരു റൂം ശരിക്കും കണ്ടപ്പോൾ അദ്ദേഹത്തിന് തന്നെ കൊതി തോന്നി. തൻ്റെ ബീവിയെയും കൊണ്ട് ഇങ്ങോട്ടൊന്ന് വന്നാലോ? അതായിരിക്കും നല്ലത്. തൻ്റെ സൈത്തൂൻ ബീവിയുടെ അടുക്കലേക്ക് പോകാം. ഒരുപക്ഷെ ഇപ്പോൾ തന്നെ വിളിച്ചു കഴിഞ്ഞാൽ അവൾ ചോദിക്കും, അല്ല സെയ്ഫ്, ഇന്ന് ഫർസാനയുടെ അടുക്കലേക്ക് പോയില്ലേ, എന്തു പറ്റി? അല്ലാ, അത് പറ്റില്ല കേട്ടോ, ഇന്ന് ദിവസം മുഴുവനായിട്ട് അവിടെ കഴിയണം, 4 മണി വരെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അത് കേട്ട് അറബി ശരിക്കും ഞെട്ടിപ്പോയി. റബ്ബേ, എന്തൊക്കെയാണ് ഇവളുടെ ചിന്താഗതികൾ എന്തൊക്കെയാണ്? അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങളും പ്രതീക്ഷകളും എല്ലാം സൈത്തൂൻ ബീവിയിലൂടെ തീർക്കണം. അതാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നത്. അങ്ങനെ അതാ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ സൈത്തൂൻ ബീവിയുടെ റൂമിനടുത്തേക്ക് ചെല്ലുന്നു. യാ സൈത്തൂൻ അവൾ പെട്ടെന്ന്, അർബ വരൂ, എന്തായി കാര്യങ്ങളൊക്കെ? എത്ര സമയമായി? ഇത്രയായിട്ടുള്ളൂ അർബ, ഞാൻ അറിയാതെ അങ്ങ്. എന്താ, നീ ഒരുപാട് കരഞ്ഞിട്ടുണ്ടോ നിൻ്റെ ശബ്ദത്തിൽ? ഇല്ല, അത് ഞാൻ അറിയാതെ കണ്ണിൽ അങ്ങനെയൊക്കെ. എനിക്കറിയാം. എൻ്റെ ബീവി, എൻ്റെ പെണ്ണെ, എനിക്ക് നീ ഇല്ലാതെ കഴിയില്ലടി. അതെന്താ, എന്തു പറ്റി? അപ്പോൾ ഫർസാന? ഫർസാനയുണ്ട്, പക്ഷേ നീ ഇല്ലാത്തൊരു ജീവിതം എനിക്ക് ആലോചിക്കാൻ കൂടി കഴിയുന്നില്ല. അതുകൊണ്ട് ബീവി, എന്നും നീ എൻ്റെ ഒപ്പം വേണം. നോ, ഞാൻ സമ്മതിക്കില്ല. എന്താ അപ്പം എൻ്റെ ആഗ്രഹം വെറുതെ തന്നെ നിക്കാഹ് കഴിച്ചത്? അതൊക്കെ ഇൻഷാ അല്ലാ എങ്ങനെയെങ്കിലൊക്കെ ഞാൻ. അത് പറ്റില്ല. അതിനു വേണ്ടിയിട്ടാണ് അങ്ങേക്കൊരു മുറി ഞാൻ നൽകിയിരിക്കുന്നത്. അതിൽ സന്തോഷത്തോടെ നിങ്ങൾ കഴിയണം. സൈത്തൂൻ ബീവിയുടെ നിർദ്ദേശം അതായിരുന്നു. എങ്ങനെയെങ്കിലും തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവും ഫർസാനയും ഒരുമിച്ച് ജീവിക്കണം. അവരിൽ മക്കളുണ്ടാകണം. അതിൽ സുന്ദര കുസുമങ്ങൾ വിരിഞ്ഞ ആ മക്കൾ ഇവിടെ ഓടിച്ചാടി കളിക്കണം. കണ്ണിന് കുളിർമയേകുന്ന മക്കളാകണം. അതായിരുന്നു അവൾ പ്ലാൻ ചെയ്തിരുന്നത്. അറബി അതിന് സമ്മതിക്കുമോ? അറബിയും ഫർസാനയും പ്ലാൻ ചെയ്ത കാര്യം ഇവൾ അറിയുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം ഇൻഷാ അല്ലാ നാളെ. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.